വയനാട് ടൗൺഷിപ്പിലെ വീട്ടിൽ അടയാളപ്പെടുത്തിയ പെൻസിൽ മാർക്ക് മായിച്ച മന്ത്രി കെ രാജനെ പരിഹസിച്ച് ചാണ്ടി ഉമ്മൻ എം.എൽ.എ. കെട്ടിട നിർമ്മാണത്തിന് തൃശൂർക്കാരനായ പണിക്കാരനെ മന്ത്രിയുടെ രൂപത്തിൽ കിട്ടിയെന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. വീടിന് വിള്ളലുണ്ടെന്ന് വീട്ടുടമ തന്നെ പറയുന്നു. വീട്ടുകാരനെതിരെ സൈബർ ആക്രമണം നടത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഊരാളുങ്കലും മന്ത്രിയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇന്നലെ കണ്ടത്. UDF സർക്കാർ വന്നാൽ ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തും, ചാണ്ടി ഉമ്മൻ പറഞ്ഞു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തെക്കുറിച്ചും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ താൻ ആളല്ലെന്നും ചാണ്ടി പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്ന ആൾ മുഖ്യമന്ത്രിയാകുമെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. അതിനിടെ മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് നിർമ്മിക്കുന്ന സർക്കാർ ടൗൺഷിപ്പിലെ വീടുകളിലുണ്ടായ ചോർച്ച പരിഹരിക്കാൻ തിരക്കിട്ട നടപടികൾ കരാറുകാരായ ഊരാളുകൾ തുടങ്ങി. വിള്ളലുണ്ടായിട്ടില്ലെന്ന നിലപാട് സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് അറ്റകുറ്റപ്പണികൾ തുടങ്ങിയത്. സർക്കാർ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീടുകളിൽ ചോർച്ച കണ്ടെത്തിയ വീടുകളിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ കോൺക്രീറ്റ് ചെയ്ത വീടുകൾക്ക് മുകളിൽ വാട്ടർ പ്രൂഫിങ്ങിനോടൊപ്പം വീണ്ടും കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ടൗൺഷിപ്പിലെ വീടുകളിൽ നിലവിൽ കണ്ടെത്തിയ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം മാത്രമേ വീട് കൈമാറൂ എന്നാണ് ഊരാളുങ്കൽ അധികൃതർ പറയുന്നത്. ഫേസ് 1-ൽപ്പെട്ട 178 കുടുംബങ്ങൾക്ക് മെയ് 20-നകം വീട് കൈമാറാൻ കഴിയുമെന്നും ഊരാളുങ്കൽ അവകാശപ്പെടുന്നു.